മലപ്പുറത്തൊരു കുംഭമേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുലുക്കി സർബത്തും ബ്രെഡ് പോക്കറ്റും വിൽക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിലപ്പുറം മലപ്പുറത്തുകാർക്ക് ഇതിൽ ഒരു റോളും ഇല്ല. കുംഭമേള നടത്തിയാൽ അവരവിടെ ബ്രെഡ് പോക്കറ്റും കുലുക്കി സർബത്തും വിൽക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ ഇത് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ തുണിയുടുക്കാതെയും തുണിയുടുത്തും സന്യാസിമാർ അവിടെ വരും. ആരാ തടയുന്നത്? തുണിയെടുക്കാതെ വരണ വന്നോട്ടെ, തുണിയെടുത്ത് വരണ വന്നോട്ടെ. ഇനി തുണിയെടുക്കാതെ വരുന്നവർക്ക് തുണി വേണം, അതിൻ്റെ കച്ചവടം അവിടെ നടത്തും. അത്രയേ ഉള്ളൂ. ഇതിന് ഒരു കേരളത്തിലെ ഒരു റിവർ ബാങ്ക് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടൊരു നിയമം ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറല്ല, വില്ലേജ് ഓഫീസർ ഒരു സ്റ്റോപ്പ് മെമ്മോ ഈ നിലക്കുള്ള വർഗീയ പ്രചാരണമാണ് നടക്കുന്നത്. ഇത് ഇവിടെ കാര്യമായിട്ട് ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഈ മുഖ്യധാര ചാനലുകളിലൂടെയാണ് ഇത് നടക്കുന്നത്. കേരളത്തിലെ ജിഹാദികൾ കുംഭമേള നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ള നിലക്ക്. ഇപ്പോൾ കുംഭമേള 1792 ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി, അതിനുശേഷം മലബാർ ബ്രിട്ടീഷുകാർക്ക് കൈമാറുന്നു, അതിനുശേഷമാണ് അത് നിന്നുപോയതെന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തോ ആക്കോട്ടെ, ഇത് 12 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട സംഗതിയാണ്. ഞാൻ 12 വർഷത്തിലല്ല, എല്ലാ വർഷവും നടത്തട്ടെ, എല്ലാ വർഷവും നടത്തുക, എല്ലാ പുഴയോരത്തും നടത്തുക, എല്ലായിടത്തും സന്യാസിമാർ വരിക, അവർക്ക് പറയാനുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രഘോഷണങ്ങൾ, പ്രബോധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. അപ്പോൾ കേരളത്തിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ധാരാളം സ്വാമിമാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ബിസിനസ്സൊക്കെ ഇവിടെയും നടക്കും, ഉണ്ടല്ലേ, നല്ല കാര്യം, അത് നടക്കട്ടെ. പക്ഷേ ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം? മലപ്പുറത്തുകാരാണോ, അല്ല മലപ്പുറത്ത് മദ്രസ പൊട്ടന്മാരാണോ, മദ്രസ ജിഹാദികളാണോ പുഴയിൽ പാലം കെട്ടാൻ അനുമതി കൊടുക്കുന്നത്? ഇതിൽ വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് നമ്മുടെ PWD ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഒരു പാലം കെട്ടാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിനെതിരെ ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി പോയത് ആരാന്നറിയോ? ഈ ശ്രീധരൻ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സർവ്വ മലകളും തുരന്ന് പാലവും ടണലും ഉണ്ടാക്കിയ മനുഷ്യൻ ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞെന്താ പറയുക, ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഈ പാലം. കാരണം ഇത് ത്രിമൂർത്തി സംഗമമാണ്. ഈ ഭാരതപ്പുഴയുടെ ആ പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഘമാണ്. അവിടെ പാലം കെട്ടുന്നത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ഈ ശ്രീധരൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ്. അതേ സ്ഥലത്താണ് ഇവർ ഒരു അനുമതി ഇല്ലാതെ പാലം കെട്ടുന്നത്.